ഇന്ത്യയിൽ 100 ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കുമ്പോൾ ഒരു 3 പേർക്കോ മറ്റോ ആണ് കേരളത്തിൽ കിട്ടേണ്ടത്, ന്യായമായി കിട്ടേണ്ടത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് 100 പേർക്ക് ജോലി ലഭിക്കുമ്പോൾ 60-ലധികം അത് കേരളത്തിലാണ്. അത് അവിശ്വസനീയമായ ഒരു കണക്കാണ്. അതിന്റെ കാരണം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ നിയമന നിരോധനം നിലനിൽക്കുകയാണ്. ആർക്കും ജോലി കൊടുക്കുന്നില്ല. അത്യാവശ്യം ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കരാർ തൊഴിലായിട്ടാണ് കൊടുക്കുന്നത്, ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ്. PSC മുഖാന്തരം വ്യവസ്ഥാപിതമായി ജോലി കൊടുക്കുന്നത് വളരെ വിരളമായിട്ടാണ്. അതുകൊണ്ട് രാജ്യത്താകെ നടക്കുന്ന PSC നിയമനങ്ങളുടെ 60%-ലധികം കേരളത്തിലാവും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 ലക്ഷം യുവതി യുവാക്കൾ കേരളത്തിൽ സർക്കാർ ജോലിക്കാരായി മാറി. ഒരു ചെറിയ കാര്യമല്ല. ആശുപത്രികളിലും പള്ളിക്കൂടങ്ങളിലും റോഡുകളിലും ഒക്കെ സംഭവിച്ച വലിയ മാറ്റം. ഇതെല്ലാം കേരളത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ഭരണകാലമാണ് LDF നേതൃത്വം കൊടുത്ത കഴിഞ്ഞ 10 കൊല്ലം എന്ന് രാഷ്ട്രീയത്തിനതീതമായി വിലയിരുത്തുന്നതിലേക്കാണ് നയിക്കുന്നത്. സ്വാഭാവികമായും കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി ഈ വികസനം തുടരണം എന്നതാണ് പൊതുവികാരം. ഈ വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിന്നു പോകരുത്. ഇനിയും മുൻപോട്ട് പോകണം. കേരളം ഇനിയും അഭിവൃദ്ധിപ്പെടണം. ജനങ്ങളുടെ ജീവിത നിലവാരം ഇനിയും ഉയരണം. ക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടണം. ഇതെല്ലാം കേരളത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ വിജയം കേരളത്തിന്റെ ഭാവിക്ക് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ആ വിജയം കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുന്നതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ, സാംസ്കാരിക രംഗത്ത് ഇടപെടുന്നവരെല്ലാം മറ്റു വിഭാഗങ്ങളെ പോലെ തന്നെ സജീവമായി ഇടതുപക്ഷ വിജയം ആഗ്രഹിക്കുന്നു.